പുതിയതായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏത് റോളിലായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടുന്നൊരു ഡോക്യുമെൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ നിങ്ങളത് പേഴ്സണലി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എങ്ങനെയാണ് ഒരു പ്രോപ്പർലി ഒരു എംപ്ലോയി ഹയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ആക്ച്വലി നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അനാലിസിസ് പലപ്പോഴും HR വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ്. 21,000 എബോവ് ഉള്ളവർക്ക് എനിക്ക് ESI വേണമെന്ന് പറഞ്ഞാലും ഇല്ല, ഇല്ല. അതിൻ്റെ മുകളിലോട്ടില്ല. ഓക്കെ. അതിന് താഴെ ഉള്ളവർക്ക് മാത്രമേ, സാലറി ഉള്ളവർക്ക്, മന്ത്ലി സാലറി ഉള്ളവർക്ക് മാത്രമേ ESI. അതിൻ്റെ ആനുകൂല്യം എന്തൊക്കെയായിരിക്കും മെയിനായിട്ട്? ESIന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം 9 to 6 ആണെങ്കിൽ 6 മണിക്ക് ലാപ്ടോപ്പ് ഇവിടെ ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് പോവാം. 8 മണിക്കോ 9 മണിക്കോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലാണ് സിസ്റ്റം പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇതാകുമ്പോൾ സിസ്റ്റം വീട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് എപ്പോഴും പണിയെടുക്കേണ്ടി വരും. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നമുണ്ട്. അതെ. നീ ഇവിടെ തന്നെ ഇല്ലേ, നിനക്ക് അപ്പുറത്തൊന്ന് പോയി വാങ്ങിച്ചൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യാണ് എന്നുള്ളൊരു തോന്നൽ ഫാമിലിയിലുള്ളവർക്കും ഉണ്ടാവണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് നമസ്കാരമാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഹൈഫൈ, 2 കൈ ഹൈഫൈ കൊടുക്കുന്നതാണെന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. ഒരു സാലറി റേഞ്ച് എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് അവിടെ ഈ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയ്യുന്നത് വെച്ചാൽ ഈ സിസ്റ്റം ഇത്ര മണിക്കൂർ മൗസും കീബോർഡും ഒന്നും യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ബ്രേക്ക് പറയാതെ നമുക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ ആണെങ്കിൽ വെറുതെ സിസ്റ്റം ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് വേറെ അടുക്കളയിൽ പോയിട്ട് പണി നോക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഇടയ്ക്കാണ് 2-3 ഇവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ പല ഡിക്ഷണറിയിലും ഓക്സ്ഫോർഡിലൊക്കെ ഡിക്ഷണറിയിലൊക്കെ വന്നത്. അത് ഞാൻ ആ വാർത്ത കേൾക്കുമ്പോഴാണ് ആ പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയി എന്ന് വെച്ചിട്ട് അയാൾ ലീഡർ ആവണമെന്ന് നിർബന്ധമില്ല. എല്ലാവരോടും കളിച്ചിരിച്ചിട്ട് ലീവ് വേണമെന്ന് പറയുമ്പോൾ പൊക്കോ എന്ന് പറയുന്ന ഇവരോട് കളിച്ചിരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്നത്. അയാൾക്ക് ചിലപ്പോൾ ഒരു നല്ല ലീഡർ ആവാൻ പറ്റിയെന്ന് വരില്ല. തുടങ്ങുന്ന സമയത്ത് എൻ്റെ വളരെ തുച്ഛം സാലറി ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ എടുത്ത എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആ സാലറി അത്രയാണെങ്കിൽ കൂടി PF വേണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു വലിയ സേവിങ്സ് അവിടെ വരികയാണ്. തമാശയ്ക്ക് പറയാറുണ്ട് ഈ HR കുറിച്ചുള്ള മിത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രസകരമായിട്ട് പറയാറുണ്ട്, HR തരേണ്ടത് സാലറി തരേണ്ടത് HR ആണ്. സാലറി ആക്ച്വലി ഫിക്സ് ചെയ്തത് HR അല്ല. എംപ്ലോയി ഓൺ ബോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓൺ ബോർഡിംഗ് ആണ് ഒരു HR സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു മാസം 30 കംപ്ലയിൻറ്റ്സ് ഹാൻഡിൽ ചെയ്തിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഒരു മാസം 10 കംപ്ലയിൻറ്റ് വന്നുള്ളത് പിന്നെ അത് അയാളുടെ കുറ്റമല്ലല്ലോ. നമുക്ക് ഒരു പെർഫോമൻസ് കുറഞ്ഞ ഒരു എംപ്ലോയിനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. ഓക്കെ, അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ പണി പാടും. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് HR കൺസൾട്ടൻറ്റ്, കോർപ്പറേറ്റ് HR ട്രെയിനർ വിഷ്ണു പ്രസാദാണ്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. താങ്ക് യു. ഒരു സ്റ്റാർട്ടപ്പിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ HR-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? HR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതേസമയം ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്ന, ഇഗ്നോർ ചെയ്യുന്ന ഒരു വലിയ ഏരിയയും കൂടെയാണ്. ഇനിഷ്യൽ ടൈമിൽ ഇത് വേണ്ടെന്ന് വിചാരിക്കും, അധികം പ്രാധാന്യം കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വരുന്ന സമയത്ത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് ഇവർ HR ഇഗ്നോർ ചെയ്ത് പോകുന്ന സമയത്ത് അതിൽ കുറേ ഏരിയാസ് ഉണ്ട്. ഒന്ന് ഏറ്റവും പണി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിലാണ്. അപ്പം നമുക്ക് തോന്നുന്ന ആൾക്കാരെയും അതേപോലെ തന്നെ ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരെ, റിലേറ്റീവ്സിനൊക്കെ പിടിച്ച് ഇതിനകത്ത് ചേർക്കും. സോ അവർ നേരേക്ക് പണിയെടുക്കില്ല, നമ്മൾ അവസാനം ഇത് തന്നെ പൂട്ടേണ്ടി വരും. സോ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് HR ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കോർ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ലേബർ ലോ പോലുള്ള കാര്യങ്ങളുണ്ട്, അതനുസരിച്ചുള്ള രജിസ്ട്രേഷൻസ്, ESI PF പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു ഒരു പ്രോസസ്സാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ HR ഉണ്ടായാലേ പറ്റുള്ളൂ. പലപ്പോഴും ഒരു കുറച്ചങ്ങ് എത്തിയിട്ട് നമ്മൾക്ക് ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുന്നത് പിന്നെ ഇത് നടക്കില്ല. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരു ഓൺട്രപ്രണർ ആകുക എന്ന് പറയുന്നത്. ഇപ്പം ഡിഗ്രിക്കോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് MBA ഒക്കെ പഠിക്കുന്നവരുടെ ലിങ്ക്ഡിനിലെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഫൗണ്ടർ അറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫൗണ്ടേഴ്സാണ്. സോ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഈ 4-5 പേര് ഒന്നിച്ച് ബിസിനസ് തുടങ്ങും. ബിസിനസ് ഇവരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും വേറൊരു ജോലി കിട്ടുന്നത് വരെ വീട്ടുകാരടുത്തും നാട്ടുകാരടുത്തും പറയാനുള്ളൊരു മാർഗം മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ ജോലി കിട്ടി പോകുന്ന സമയത്ത് ഇതങ്ങ് പൊടിയും. സോ ഇതിൽ 4 പേര് തുടങ്ങുന്ന സമയത്ത് അതിൽ ഒരാളായിരിക്കും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ബിസിനസ് പ്രോഫിറ്റ് ആകുമ്പോഴായിരിക്കും ബാക്കി എല്ലാവരും കൂടെ പ്രോഫിറ്റിന്റെ ഷെയർ ചോദിച്ചു വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, ആരും വരവില്ല. അപ്പോൾ ഇത് പ്രശ്നം. അതെ. അപ്പോൾ പ്രശ്നം പറ്റുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചാണ് ഇത് തുടങ്ങിയത്, ഒരേ ക്വാളിഫിക്കേഷനാണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ അവസാനം ഇപ്പം നീ മാത്രമാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളൊരു
സ്റ്റേറ്റ് വരും. അതെ അതെ അതെ. അപ്പം കൃത്യമായിട്ട് പോളിസീസും ഇതെങ്ങനെയാണ് പ്രോസസ്സ് നടത്തേണ്ടത്, SOP, ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൃത്യമായിട്ട് ഉണ്ടാവുക, ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതാരൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം, അത്തരത്തിൽ ഓരോ ഏരിയയിലും ഇത്തരത്തിലുള്ള പോളിസീസും SOPസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ചിലപ്പോൾ ചില സമയത്ത് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത്. സോ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്രഷറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാൾ പ്രീവിയസ്ലി ഇത്തരം ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അതെ. ഈ SOPs പ്രിപ്പയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ആ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഫ്രഷർ HR മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്റ്റാർട്ടപ്പിൽ എപ്പോഴും വേണ്ടുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിനെ പോലെ ചിന്തിക്കാൻ HR പറ്റണം എന്നാണ്. സോ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരാളെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കൺസൾട്ടൻറ്റിനെ കാണുക, ഈ കാര്യങ്ങളെല്ലാം ബേസിക്കായിട്ട് ഒരു സിസ്റ്റമാറ്റി മാറ്റി എഴുതിയതിന് ശേഷം ഒരു ഫ്രഷറായിട്ടുള്ള ഒരാളെ കൊണ്ട് ഇത് റൺ ചെയ്യിപ്പിച്ചാൽ HR പൊസിഷനിലേക്ക് എടുത്തിട്ട് ഇത് റൺ ചെയ്യിപ്പിക്കാൻ SOPs ചെക്ക് ചെയ്യാനും അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരാളെ എടുത്താൽ മതിയാവും. സോ അതിനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ മിസ്സാവുകയാണെങ്കിൽ പിന്നീട് വരുന്ന സമയത്ത് അതൊരു കോൺസിക്വൻസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രോത്തിന് തന്നെ ഗ്രോത്തിന് തന്നെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ആദ്യം ഫൗണ്ടർ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഗ്രോ ആയി വരുമ്പോഴും ഒരു എംപ്ലോയി ഹയർ ചെയ്യണമെന്ന്, എങ്ങനെയാണ് ഒരു പ്രോപ്പർലി ഒരു എംപ്ലോയി ഹയർ ചെയ്യേണ്ടത്? ഇപ്പോൾ ആക്ച്വലി നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അനാലിസിസ് പലപ്പോഴും HR വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ്. എംപ്ലോയി അങ്ങനെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടോ എന്നൊരു അനാലിസിസ് നമുക്ക് നടത്തണം. പല രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നമുക്ക് നടത്താം. ഇപ്പോൾ ആൾറെഡി നമുക്ക് തന്നെ പല ബ്രാഞ്ചസോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആവുന്ന സമയത്ത് ഇതിൻ്റെ തന്നെ വേറെ പാരൻറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാൾ ഹയർ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്ക് മാറ്റുകയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് രണ്ട് കമ്പനി തന്നെയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് റെസിഗ്നേഷൻ ചെയ്ത് ഇങ്ങനെ മാറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്കില്ലിൻ്റെ ബേസിലായിരിക്കണം ആൾക്കാർ ഹയർ ചെയ്യേണ്ടത്, അല്ല ഒരു നീഡിൻ്റെ ബേസിലായിരിക്കരുത്. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ വന്നിട്ട് പറയുകയാണ് എനിക്ക് ജോലിയൊന്നുമില്ല, എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതി, എന്തെങ്കിലും ഒരു സംഭവം തന്നാൽ മതി, പകുതി പൈസ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഒരു 3-4 മാസം കഴിയുമ്പം സാലറി കൂട്ടി ചോദിക്കും, ഇവൻ്റെ ആവശ്യങ്ങൾ കൂടും. സോ അപ്പം നമുക്ക് തലവേദനയാവും, ഇവൻ നേരെ ചൊവ്വേ പണി എടുത്തില്ല എന്ന് വരും. അപ്പോൾ സ്കിൽ നമുക്ക് ചെയ്യാനുള്ള സ്കിൽ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഹയറിങ് വേണ്ടുന്നത്. അതിന് വേണ്ടുന്ന പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ഒരു വേക്കൻസി അവിടെ ഉണ്ടോ എന്ന അനാലിസിസ് നമ്മൾ നടത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല ഇപ്പോൾ ഉള്ള ആൾക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഉള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ ആ റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മളുടെ ടീമിൽ 2-3 ആൾക്കാരുണ്ട്. അതിലൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒരാളെ വേണം, മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഹെഡായിട്ട്. നമുക്ക് തിരക്ക് കാരണം നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ടീമിൽ തന്നെ ഉള്ള ഒരാൾക്ക് ലീഡറായിട്ട് വരാൻ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അയാളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, വേറൊരാളെ എടുക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള നോക്കിയിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രമേ അടുത്ത കാലെടുത്ത് വയ്ക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ കുറേ സ്റ്റാർട്ടപ്പുകളിൽ കണ്ടിട്ടുണ്ട്, ഈ ലീഡർഷിപ്പ് റോളിലൊക്കെ ജസ്റ്റ് ഒരു 6 മന്ത് കഴിയുമ്പോൾ നേരെ പിടിച്ച് ലീഡർഷിപ്പ് റോളുകളിൽ ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഒരാൾക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആക്കാം. നമ്മളിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്റ്റാർട്ടപ്പിലും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ കൊടുക്കുന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് മാനേജറാണ്. അതെ, ഞാൻ ഏകദേശം ഒരു 6-7 വർഷത്തിനപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവ് അങ്ങനെ പല റോളുകളിലും എക്സിക്യൂട്ടീവ് റോളിലും ഓഫീസർ റോളും ഒക്കെ വന്നിട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ സീനിയർ HR മാനേജർ പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നത് ഒരു ടെക് കമ്പനിയുടെ. സോ ഞാനിപ്പം പല എടുത്തും പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ പറയുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ പറയുന്നത് മാനേജർ ആവണം എന്നതാണ്. ജോലിക്ക് കയറുന്നതേ മാനേജറായിട്ട് വേണം എന്നുള്ള രീതിയിലാണ്. സോ അതിനുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്, അവർക്ക് അവരുടെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അളക്കാതെ നമ്മളൊരു ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് ആക്ച്വലി ഇൻഡസ്ട്രിയെ തകർക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരാളെ വേക്കൻസി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ പൊസിഷനിലേക്ക് ഒരാളെ ഹയർ ചെയ്യാണ്. ഒരാൾ മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള ഒരാൾ അപ്ലൈ ചെയ്തു. അയാൾക്ക് ആകെ ടോട്ടൽ എക്സ്പീരിയൻസ് 2 വർഷമാണുള്ളത്. മാർക്കറ്റിംഗ് മാനേജറായിരുന്നു പ്രീവിയസ് കമ്പനിയിലെ ഡെസിഗ്നേഷൻ. പക്ഷേ അയാൾ ചെയ്യുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു സാധാ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ആയിരിക്കും. ഡെസിഗ്നേഷൻ മാത്രമേ മാർക്കറ്റിംഗ് മാനേജർ എന്നുണ്ടാവുള്ളൂ. മനസ്സിലായി. അപ്പം ഇത് നമ്മൾ ആ റോള് മാത്രം കണ്ടിട്ട് സ്കില്ല് നോക്കാതെ എക്സ്പീരിയൻസ് എത്രയുണ്ടെന്ന് നോക്കാതെ നമ്മൾ അയാൾ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ മാനേജർ റോളിലേക്ക് അയാൾക്ക് ഒരിക്കലും ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഇംപ്രോപ്പറായിട്ടുള്ള ഡെസിഗ്നേഷൻസ് കൊടുക്കുക, പറയുന്ന ഡെസിഗ്നേഷൻ അല്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ആൾക്കാർ ബിസിനസ്സിൽ ഇപ്പം ഒരു ട്രെൻഡാണ്. നിങ്ങൾ നോക്കിക്കോ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് കേട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് ഒരു നെഗറ്റീവ് വാക്കായി. ഓക്കെ. അപ്പം ബ്രാൻഡിങ് എന്ന് പറയുന്ന പുതിയ വാക്ക് വന്നു, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വന്നു. ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആക്ച്വലി സെയിൽസിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലേക്കോ അല്ല മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് IT കമ്പനി പോലുള്ള കാര്യങ്ങളിൽ വിദേശ ക്ലയൻറ്റുമായിട്ട് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റോളിലേക്കായിരുന്നു. അപ്പം ഇപ്പം ആൾക്കാർക്ക് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് പൊസിഷൻ നോക്കി. അപ്പോൾ സമയത്ത് ബിസിനസ് ഡെവലപ്മെൻറ്റ് പൊസിഷൻ എന്ന് പറയുന്ന ആ ഡെസിഗ്നേഷനിലേക്ക് ആക്ച്വലി നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് അപ്ലൈ ചെയ്യുന്നത് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. രണ്ട് സ്ട്രാറ്റജിയാണ്. സോ അവിടെ നമുക്കും HR-മാർക്കും പണിയാണ്, ഇവർക്കും ജോലി കിട്ടാൻ പറ്റാത്തതായിട്ട് വരും. അപ്പോൾ ഡെസിഗ്നേഷൻസും പ്രോപ്പറായിട്ടുള്ള അവരുടെ ജോബ് റോളെല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ആക്കണം. അത് കൃത്യമായിട്ടൊരു HR-ൻ്റെ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HR ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അപ്പോൾ ആ ഒരു കേസ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എങ്ങനെ ഒരു പ്രോപ്പർ ജോബ് ഡിസ്ക്രിപ്ഷൻ ഹയറിങ്ങിൽ ക്ലിയർ? അത് നല്ല രസമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല പിള്ളേരും HR ഉള്ള ആൾക്കാരായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ HR ഇല്ലാത്ത കമ്പനിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റോള് വന്നതെന്ന് വെച്ചാൽ അവർ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ കണ്ട ഒരു സാധനം എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചാറ്റ് GPT നോക്കിയിട്ട് കൊടുക്കും. അപ്പം ചാറ്റ് GPT പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കും. അതെ, കസ്റ്റമൈസ് ഗൂഗിൾ കോപ്പി ചെയ്ത് വരുന്ന പ്രശ്നം വെച്ചാൽ ചാറ്റ് GPT ഒക്കെ വരുന്നതിന് മുമ്പ് ചെയ്തിരുന്നൊരു പ്രശ്നമാണ്. ഇവർ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണ് ഇവർ പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോൾ പറയുന്നത്, JD-യിൽ പറഞ്ഞ കാര്യമല്ലല്ലോ ഇപ്പോൾ എനിക്ക് പണിയായിട്ട് തരുന്നത്, വേറെ പണിയാണല്ലോ. അപ്പോഴാണ് നമ്മൾ റിക്രൂട്ടേഴ്സുമായിട്ടുള്ള ആൾക്കാർ എടുത്ത് നോക്കുന്നത് എവിടുന്ന് ഒരു സാധനം കോപ്പി പേസ്റ്റ് ചെയ്താണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടാവണം, നമ്മളൊരു പ്രോസസ്സ് ആയിരിക്കണം. ഇപ്പോൾ ആദ്യം ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജേഴ്സോ ഒരു ടീമിൻ്റെ ഹെഡോ ആയിരിക്കും. നമ്മൾ അവരടുത്ത് കൃത്യമായിട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്, എന്ത് സ്കില്ല് വേണം, എന്ത് ടെക്നിക്കൽ സ്കില്ല് വേണം, എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വരും, എത്രയാണ് നിങ്ങളുടെ സാലറി പാക്കേജിൻ്റെ ഒരു റേഞ്ച് വരുന്നത്, ഇത് ആക്ച്വലി ഒരു റീപ്ലേസ്മെൻ്റ് ആണോ. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിലൊക്കെ എന്ന് വെച്ചാൽ ഒരു റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ ഒരു ഹയറിംഗ് ഫോം ഉണ്ടാവും. ആ ഫോമിനകത്ത് PMs ഫില്ല് ചെയ്ത് തരണം, അവരുടെ റിക്വയർമെൻ്റ് എന്താണ്, ഇതൊരാളുടെ റീപ്ലേസ്മെൻ്റ് ആണോ അല്ല ഒരു പുതിയ ഹയറാണോ, എത്രയാണ് സാലറി റേഞ്ച് വരുന്നത്, എത്ര ഡേയ്സിനുള്ളിൽ ഇവരെ ഹയർ ചെയ്തിരിക്കണം, എപ്പോഴത്തേക്കാണ് ഇവനെ അത്യാവശ്യമായിട്ട് ഹയർ ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആയിട്ടാണോ അല്ല ഒരു 10, 20, 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മതിയോ, എപ്പോഴാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എത്ര എക്സ്പീരിയൻസ് വേണം, ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പലപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിങ്ക്ഡിനിലും മറ്റേലൊക്കെ പല HR-മാരിടുന്ന ജോബ് ഡിസ്ക്രിപ്ഷനകത്തും ലൊക്കേഷൻ ഉണ്ടാവില്ല, സാലറി റേഞ്ച് ഉണ്ടാവില്ല. ഇത് അവർക്ക് തന്നെയാണ് പ്രശ്നം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ ലൊക്കേഷൻ ഇല്ല, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നമുക്ക് വേണ്ട ആൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇപ്പം നമുക്കൊരു 25,000 രൂപ സാലറി നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതേ എക്സ്പീരിയൻസ് ഉള്ള അതേ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ള കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നുള്ള അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നുള്ള ഒരാൾ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അക്കോമഡേഷനും താമസത്തിനും ബാക്കിയുള്ള ഫുഡിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കൂടെ എക്സ്ട്രാ പൈസ വരും. മനസ്സിലായി. അപ്പോൾ അയാളുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷനിലുള്ളതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനിലുള്ള ആൾക്കാരല്ലേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ അവരെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് 25,000 to 30,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യണ്ട. മനസ്സിലായി. പലപ്പോഴും ഇത് പറയില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഫുള്ള് കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് ആയിരിക്കും, സെലക്ട് ആയതിനു ശേഷമായിരിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വരുമ്പോൾ ഇപ്പം 30 ആൾ 20,000 രൂപയ്ക്ക് വന്ന് ജോലി ചെയ്യില്ലല്ലോ ഒരിക്കലും. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നമായിട്ട് അയാളുടെ സമയം വേസ്റ്റ്, നമ്മുടെ സമയം വേസ്റ്റ്. പലപ്പോഴും ഇത് HR-ൻ്റെ ഒരു പ്രശ്നമല്ല, പ്രൊജക്ട് മാനേജേഴ്സോ ടീമിൽ നിന്നോ എത്രയാണ് എക്സ്പെക്റ്റേഷൻ, സാലറി എക്സ്പെക്റ്റേഷൻ എന്നുള്ള ക്ലാരിറ്റി കിട്ടില്ല. മനസ്സിലായി. നമുക്കൊരു സാലറി റേഞ്ച് എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം? ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരേ റോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഇവിടെയും എറണാകുളത്തും കോഴിക്കോടും തന്നെ വ്യത്യാസം ഉണ്ടാവും. അത് ലൊക്കേഷൻ വൈസ്, എക്സ്പീരിയൻസ് വൈസ്, ആ ഒരു റോളിലേക്കുള്ള ഡിമാൻഡ്, പ്രീവിയസ് സാലറി എത്രയാണ് എന്നതും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരേ സ്ഥലത്ത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരേപോലെ സ്കിൽഡ് ആയിട്ടുള്ള 2 പേര്
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിച്ചാൽ, ഇവർ ഒരാളുടെ പ്രീവിയസ് സാലറി 25 ഒരാളുടെ 30 ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് റിഫ്ലക്റ്റ് ആവും, പ്രീവിയസ് സാലറിയും റിഫ്ലക്റ്റ് ആവും. വലിയ വലിയ MNC ആണെങ്കിൽ ആ പ്രശ്നമില്ല. MNCs ആവുന്ന സമയത്ത് അവർക്കൊരു ഫിക്സഡ് പാക്കേജ് ഉണ്ടാവും. ഈ ഒരു റോളിന് ഇതായിരിക്കും പാക്കേജ്, അത് അവർക്ക് കിട്ടും. അത് ഇയാൾ 25,000 ആണ് ഇയാളുടെ പ്രീവിയസ് സാലറി, പക്ഷേ ആ MNCയിൽ പാക്കേജ് കൊടുക്കുന്നത് 50,000 ആണെങ്കിൽ അയാളുടെ പ്രീവിയസ് സാലറി ചിലപ്പോൾ നോക്കില്ല, 50,000 ആയിരിക്കും ഓഫർ ചെയ്യുന്നത്, അത്ര വലുതാണെങ്കിൽ കൂടി. പക്ഷേ ഒരു മിഡ് ടേം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് അത് പറ്റില്ല. മനസ്സിലായി. അപ്പോൾ ഈ സാലറി റേഞ്ച് ഫിക്സ് ചെയ്യേണ്ടത് ആരാണ്? HR ആണോ, പ്രൊജക്ട് മാനേജർ ആണോ? അതെ, HR മാത്രമല്ല, ഓക്കെ, പലപ്പോഴും HR അല്ല അത് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ഈ HR കുറിച്ചുള്ള മിത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രസകരമായിട്ട് പറയാറുണ്ട്, HR തരേണ്ടത് സാലറി തരേണ്ടത് HR ആണ്. സാലറി ആക്ച്വലി ഫിക്സ് ചെയ്തത് HR അല്ല. അത് പല ഓർഗനൈസേഷനിലും പല രീതിയാണ്. CEO അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജേഴ്സ്, മിക്കവാറും പ്രൊജക്ട് മാനേജേഴ്സ് ആയിരിക്കും അത് ഫിക്സ് ചെയ്യുന്നത്. കാരണം അവർക്കാണ് കൃത്യമായിട്ട് അവരുടെ ടീമിന് എത്ര ചിലവുണ്ട്, എത്ര അവർ വരുമാനം കൊണ്ടുവരുന്നുണ്ട്, ഇൻകവും എക്സ്പെൻസും അവർക്കാണ് കൃത്യമായിട്ട് അറിയുക. അപ്പം ഇയാളുടെ ആ ഒരു എക്സ്പെൻസ് എത്രയായിരിക്കും, ഈ റോളിന് എത്രത്തോളം ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിയുടെ ബില്ലബിലിറ്റി എത്രയാണെന്ന് പ്രൊജക്ട് മാനേജേഴ്സിനായിരിക്കും കൃത്യമായിട്ട് അറക്കാൻ പറ്റുന്നത്. ആ ബില്ലബിലിറ്റി വെച്ചിട്ടാണ് ഇപ്പം ഒരു പ്രോജക്റ്റ് വന്നു, ആ പ്രോജക്റ്റിന് ഈ ഒരു എംപ്ലോയിയെ മണിക്കൂറിന് എത്ര ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും, അതനുസരിച്ചിട്ടും കൂടി ആയിരിക്കും ഈ ഒരു സാധനം ഫിക്സ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എല്ലാ കമ്പനീസിലും HR അത്രയും ഡെപ്തായിട്ട് ഓരോരോ പ്രൊജക്ട് മാനേജേഴ്സിൻ്റെ റോളിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് സാലറി ഫിക്സ് ചെയ്തു, എംപ്ലോയി ഓൺ ബോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓൺ ബോർഡിംഗ് ആണ് ഒരു HR സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. തലേന്നൊക്കെ വിളിച്ചു അതെ, തലേന്നത്തെ വിളിച്ചു പറയും നമുക്ക് വരാൻ പറ്റില്ല, വേറെ ഇതായി, പനിയായി. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ ഇൻ്റർവ്യൂ ജോയിൻ ചെയ്യേണ്ടുന്ന അന്ന് 10 മണിക്ക് ജോയിൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിക്കുക. തലേന്ന് വിളിക്കുമ്പോഴും ചിലപ്പോൾ 9:30 എത്തും എന്നായിരിക്കും പറയുന്നത്. തലേന്ന് രാവിലെ 10 മണി ആകുമ്പോഴും നമ്മൾ വിളിക്കുമ്പം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അടുത്ത ജംഗ്ഷനിലെത്തി ഇത്തിരി ട്രാഫിക്കാണ് എന്ന് പറയും. 10:30 ആയിട്ടും കാണുന്നുണ്ടാവില്ല. 10:30 വിളിക്കുമ്പോൾ പറയും എത്താറായി, ടെക്നോ പാർക്കിൻ്റെ മുന്നിലെത്തി, ഗേറ്റിലെത്തി എന്ന് പറയും. 11 മണിക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. പിന്നെ അന്ന് വിളിച്ചാൽ കിട്ടില്ല. പിറ്റേ ദിവസം വിളിക്കുമ്പോഴായിരിക്കും പറയുന്നത് ഹോസ്പിറ്റൽ കേസാണ്, അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ഓഫർ വന്നതാവാം. സോ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് പ്രീ ബോർഡിങ്ങും ഓൺ ബോർഡിങ് ആയിട്ടുള്ള ആ ഏരിയാസ്, ആ ഒരു ഏരിയ കടന്ന് കിട്ടുക. നമ്മളെ ചോട്ടാ മുംബൈയിൽ മോഹൻലാലൊക്കെ പറയും വരുമോ, കിട്ടൂലേ എന്ന് പറയുന്ന ആ ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി നിറഞ്ഞ ഏജാണത്. പഠിക്കൽ വന്നിട്ടാണ് വീട് പൊട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. സോ ആ ഒരു ഏജ് ഭയങ്കര ക്രൂഷ്യലാണ്. സോ ഓൺ ബോർഡിങ് ആ സമയത്തും ഇൻഡക്ഷൻ ടൈമിലും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു എംപ്ലോയി എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമാകാൻ പോകുന്നതെന്നുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഓൺ ബോർഡിങ്ങും പ്രീ ബോർഡിങ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസ്. കാരണം എത്ര സ്മൂത്തായിട്ടാണ് അവരെ നമ്മുടെ ടീമിൻ്റെ ഭാഗമാക്കുന്നത് എന്നാണ് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ഇതുമായിട്ട് സൈൻ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുത്ത് അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് അവർക്ക് വ്യക്തത ഉണ്ടാവണം. ചില ആൾക്കാർ ചോദിക്കില്ല, പക്ഷെ ചില ആൾക്കാർ ചോദിക്കും, ഇതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചില ആൾക്കാർ ഇത് വായിച്ചു നോക്കാതെ സൈൻ ചെയ്ത് കൊടുക്കും. ചില ആൾക്കാർ ഇത് വായിച്ച് കൃത്യമായിട്ട് ഡൗട്ട് ചോദിക്കും. ആ ട്രാൻസ്പാരൻസി, കൃത്യമായിട്ട് വ്യക്തത നമ്മുടെ ഭാഗത്ത് നിന്ന് HR ടീമിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറേ ഡോക്യുമെൻറ്റ്സും നമ്മളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവർക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ ആദ്യത്തെ ഒരാഴ്ച ക്രൂഷ്യലാണ്. ആ ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നല്ല പേരോ ചീത്ത പേരോ ഉണ്ടാക്കിയെടുക്കാൻ, അവരുടെ മനസ്സിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ആ ഏരിയ ആണ്. ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നടക്കണം. ഇപ്പം നമ്മൾ ഒരു എംപ്ലോയി വന്നു, 2 ദിവസമായിട്ടും പഞ്ച് കൊടുത്തിട്ടില്ല, അയാൾ വന്നിട്ട് ഇങ്ങനെ വേറൊരാളെ ഡോർ തുറന്നു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതവരെ സംബന്ധിച്ചിടത്തൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ ആയിരിക്കും. കൃത്യമായിട്ട് ഓൺ ബോർഡിങ് കിറ്റുകൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഫ്രഷ് എംപ്ലോയീസ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് പുതിയ കിറ്റ് ചില കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് കൊടുക്കേണ്ടി വരും. ID കാർഡ്, ക്രെഡൻഷ്യൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഇൻ്റർണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, പഞ്ച് റിപ്പോർട്ട്, പഞ്ച് കാർഡ് പോലുള്ള കാര്യങ്ങൾ, ID കാർഡ് പോലുള്ള കാര്യങ്ങൾ, ഫിംഗർ ആണെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടി വരും. സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പോളിസീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം പ്രോപ്പറായിട്ട് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക,
അതൊരു എംപ്ലോയി ജോയിൻ ചെയ്ത ഒരു കുറച്ചൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്തിരി അതിൽ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ബാങ്ക് അക്കൗണ്ട് പോലുള്ള കാര്യങ്ങൾ, അതിനെല്ലാം ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. നിങ്ങളൊരു പുതിയ HR ആയിട്ട് വരാൻ താല്പര്യമുള്ള ഒരു ഫ്രഷറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതിനെല്ലാം ഉള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ടാവണം. അത് ടിക്കറ്റ് എല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നമുക്ക് ഈ അസറ്റൊക്കെ കൊടുക്കുമ്പോൾ ഈ എംപ്ലോയി ഓൺ ബോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യേണ്ടത്? അത് പല ഓർഗനൈസേഷൻസും പല ആൾക്കാരാണ്. ഇപ്പോൾ ചില MNCസിലൊക്കെ ആണെങ്കിൽ അതിന് തന്നെ അഡ്മിൻ ടീം ഉണ്ടാവും. അതിനകത്ത് സോഫ്റ്റ്വെയർസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് ഇവരുടെ വർക്കിങ്ങും ഒക്കെ മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണ് ആക്കുന്നത്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ചെറിയ മിഡ് ലെവൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോവിഡിന് ശേഷം സിസ്റ്റംസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനുള്ള പേഴ്സണൽ സിസ്റ്റംസ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കായിരിക്കും പലരും വരുന്നത്. കാരണം അതിനുള്ള ഒരു അവസ്ഥ ചിലപ്പം ഉണ്ടാവില്ല, ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പം അവരുടെ പേഴ്സണൽ സിസ്റ്റം ഉള്ള ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു റിക്വയർമെൻ്റ് ആയിരിക്കും, ഷുഡ് ഹാവ് പേഴ്സണൽ സിസ്റ്റം. പേഴ്സണൽ സിസ്റ്റം ഉണ്ടാവണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതായിരിക്കും. സോ അസറ്റ് കൊടുക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ ഒരു പോളിസിയിൽ അതിനകത്ത് ഇന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അസറ്റ് മാനേജ്മെൻറ്റ് പോളിസി അതിനകത്തുണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും തറയുന്ന കയ്യിൽ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാലും ഏത് രീതിയിലാണ് അത് കമ്പനി ചിലപ്പോൾ പേ ചെയ്യുന്നതല്ല, അവരെ കയ്യിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ അവർ തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ള പോളിസീസ് ഉണ്ടാവും, കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാവും, ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഒരാൾ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്തും അയാൾ ഇതുകൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ സിസ്റ്റം അവിടെ ലോക്കാവുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. സോ കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും സിസ്റ്റംസ് കൊടുക്കുന്നത്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിസ്റ്റം കൊടുക്കാനുണ്ടാവില്ല. അവരുടെ പേഴ്സണൽ സിസ്റ്റം ആണെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കണമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പല കമ്പനീസിലും ഇപ്പം നമ്മൾ പല കമ്പനീസിലും വെൻഡേഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ചെയ്യുന്നത് വെച്ചാൽ ഈ സിസ്റ്റം ഇത്ര മണിക്കൂർ മൗസും കീബോർഡും ഒന്നും യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ഓക്കെ. അപ്പോൾ നമുക്ക് ബ്രേക്ക് പറയാതെ നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ആണെങ്കിൽ വെറുതെ സിസ്റ്റം ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് വേറെ അടുക്കളയിൽ പോയിട്ട് പണി നോക്കാൻ പറ്റില്ല. ഇതൊക്കെ അതെ ഒരു വലിയ ഫ്രം ഹോം എന്നാണ്. അത് രണ്ട് രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. വീട്ടിലെ പണിയും ചെയ്യുന്നുണ്ട്. അത് ഒരു ഭയങ്കര എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പോൾ കോവിഡിന് ശേഷം ആർക്കൊരു കമ്പനിയിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. അവരതുമായിട്ട് ഇത് ചിലർക്ക് നല്ലതാണ്. കാരണം വീട്ടിലെ പണിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം കൂടെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷെ നേരെ തിരിച്ചുമുണ്ട്. 9 to 6 ആണെങ്കിൽ 6 മണിക്ക് ലാപ്ടോപ്പ് ഇവിടെ ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് പോവാം. 8 മണിക്കോ 9 മണിക്കോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിലാണ് സിസ്റ്റം പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇതാകുമ്പോൾ സിസ്റ്റം വീട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് എപ്പോഴും പണിയെടുക്കേണ്ടി വരും. 8 മണിക്കോ 9 വിളിച്ചിട്ട് സാധനം ഒന്ന് വേഗം ഒന്ന് അയക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ സിസ്റ്റം ഓണാക്കി ഇരിക്കേണ്ടി വരും. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നമുണ്ട്. നീ ഇവിടെ തന്നെ ഇല്ലേ, നിനക്ക് അപ്പുറത്തൊന്ന് പോയി വാങ്ങിച്ചൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട്, പക്ഷെ ഞാൻ വർക്ക് ചെയ്യാണ് എന്നുള്ളൊരു തോന്നൽ ഫാമിലിയിലുള്ളവർക്കും ഉണ്ടാവണ്ടേ. ആ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവണ്ട. ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം. നമ്മൾ ക്ലൈന്റ് മീറ്റിംഗിലായിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഇഷ്യൂ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? നമ്മൾ അവിടെ കൃത്യമായിട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇന്ന് ഭയങ്കര നിർബന്ധം. എനിക്കൊന്നും ജനസിയുടെ ഒക്കെ കാര്യം അറിയാമല്ലോ. ഫ്ലെക്സിബിലിറ്റി ഇന്നത്തെ കാലത്ത് ഭയങ്കര നിർബന്ധം. അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് ടൈമിൽ തരിക എന്നുള്ള രീതിയിലേക്ക് മാറുക. ഒരു HR-ൻ്റെയും അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജറിൻ്റെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അവിടെയാണ്. ഇപ്പം ഒരു ദിവസം 7 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 8 മണിക്കൂറാണ് ഒഫീഷ്യൽ ഇത് വരുന്നത്. ഒരു 7 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കമ്പനീസ് പോളിസിയിലൊക്കെ നോക്കിക്കോ, ഒരു 6 മണിക്കൂർ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കണം എന്നായിരിക്കും പറയുന്നത്. കോർ ഒരു 6 മണിക്കൂർ പ്രൊഡക്റ്റീവ് ഏരിയണ്ടാണ്. പിന്നെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ആക്കാം. സോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മൾ ആക്ച്വലി HR എന്നുള്ള രീതിയിൽ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യം വർക്ക് ഫ്രം ഹോം ഉള്ളവരെ കൃത്യമായിട്ട് അവരൊരു പ്രോസസ്സിലേക്ക് കടത്തി വിടുക. ചില കമ്പനീസിൽ ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർസ് ഇല്ലാത്ത കമ്പനീസ് ഉണ്ടാവും. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോഗിൻ ലോഗൗട്ട് പോലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആക്കുക. ഇപ്പം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ എന്നിടുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലഞ്ച് ബ്രേക്ക് എടുക്കുന്ന സമയത്തും ബ്രേക്ക് എടുത്ത് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ബ്രേക്ക് എടുത്ത് പോകുന്നതിന് സമയത്ത് പറയുക. ബ്രേക്ക് ഇത് മുമ്പ് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോഴായിരിക്കും പറയുന്നത്, ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. പക്ഷേ അത് ഇൻഫോംഡ് അല്ല.
വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് ഒരു communication proper കമ്മ്യൂണിക്കേഷൻ ആക്കിയാൽ മതി. പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്തൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവാണ്. മനസ്സിലായി. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ, ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ പ്രൊജക്ട് മാനേജേഴ്സിൻ്റെ അടുത്തായെങ്കിലും ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കൊടുക്കുന്ന ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അത് പ്രൊജക്ട് മാനേജർ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊജക്ട് മാനേജറിൻ്റെ HR ഡ്യൂട്ടിയാണ്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറുണ്ട്, 2 മണിക്കൂർ ചെയ്യേണ്ട ടാസ്ക് അയാൾക്ക് അസൈൻ ചെയ്തിട്ടുള്ളൂ. അയാൾ പിന്നെ എന്ത് ചെയ്യും? ആ 2 മണിക്കൂറുള്ള ടാസ്ക് വെച്ചുകൊണ്ട് വൈകുന്നേരം വരെ ഇരിക്കും. ഓക്കെ. അപ്പം നമുക്കത് നോക്കണം, അയാൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ടാസ്കിന് എത്ര ടൈം വർത്തായിട്ടുള്ളതാണ്. അതെ അതെ, അയാളുടെ സമയം ഉപയോഗിക്കുക എന്ന് പറയുന്നത് PMസിൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്ത് പോലുള്ള കാര്യങ്ങൾ നോക്കണം. പല MNCസിലും ഇപ്പം പല ഈ സിസ്റ്റം കൊടുത്തു വിടുന്നതിൽ ഇപ്പം USG ഒക്കെ അവർ അപ്ലൈ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 6 മണിയാകുമ്പോൾ ഇത്ര മണിയാകുമ്പോൾ ഇതങ്ങ് ഷട്ട് ഡൗൺ ആവും. സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. ഇത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് മുമ്പ് സിസ്റ്റത്തിൽ എഴുതി കാണിക്കും, നിങ്ങൾക്ക് ഇത്ര സമയം കൂടി ഉള്ളൂ, ടൈം ടു ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ആവും. പിന്നെ ഇത്ര സമയം കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഓൺ ആവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് സാധനം ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇപ്പം ടെക്നോപാർക്കിൽ തന്നെ ഇപ്പം നേറ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പം എംപ്ലോയീസിൻ്റെ മെൻ്റൽ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവിടുത്തെ HR ടീമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പം ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ടീമിൽ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ മെൻ്റൽ ഹെൽത്തും കുറേ ബോണസ് പോയിൻ്റ് ആക്ടിവിറ്റീസ്, എംപ്ലോയീസിന് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാം, അവരുടെ മൂഡ് സ്വിങ്സ് അതിനകത്ത് രേഖപ്പെടുത്താം. എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് പോയിന്റ്സും സിനിമയ്ക്കുള്ള ടിക്കറ്റും ക്യാഷ് അവാർഡും ഒക്കെ ഈ ആപ്ലിക്കേഷൻ വഴി കിട്ടും. സോ അത് ഗെയിമിഫിക്കേഷൻ പോലൊരു സംഭവം. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നെക്സ്റ്റ് ചോദിക്കാനുള്ളത്, നമ്മളൊരു ക്ലിയർ KPIയും KRIസും എങ്ങനെ സെറ്റ് ചെയ്യാം എംപ്ലോയീസ്? ഇത് പല ടീമിലും പല എഫക്റ്റീവ് രീതിയാണ്. ഇപ്പം KPI ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടീം. ഇപ്പം ചില ടീംസ്, ചില ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമാണെന്ന് വിചാരിക്കുക, അവർക്ക് ഒരു ദിവസം ഇത്ര കോൾ, ഒരു മാസം ഇത്ര കോൾ ചെയ്യണം, ഇത്ര റവന്യൂ കൊണ്ടുവരണം, കൃത്യമായിട്ട് KPI അളക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ചില ടീമുകൾക്കുള്ള ആൾക്കാർ അങ്ങനെ അളക്കാൻ പറ്റില്ല. നമ്മൾ ടാസ്ക് കൊടുക്കുന്ന എത്ര, ഇപ്പം നമ്മുടെ ഇപ്പം ഇതിനകത്ത് തന്നെ പല ട്രെയിനിങ് ടീമുകളുണ്ടാവും, ഇപ്പം അല്ലെങ്കിൽ ഡിസൈനിങ് ടീം ഉണ്ടാവും. ഇപ്പം ഡിസൈനിങ് ടീം ഉണ്ടെന്ന് വിചാരിച്ചു, അവർക്ക് ഒരു മാസം എത്ര 20 പോസ്റ്റർ ചെയ്യണമെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ നടക്കുന്ന ഈവൻറ്റുകളുടെയോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് മാറി മാറി വരുന്നത്. ചില ദിവസങ്ങൾ അത് 30-40 പോസ്റ്ററുകളേറെ ഇപ്പം ചെയ്യേണ്ടി വരും. ചില മാസങ്ങളിൽ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഡിപ്പെൻസ്. ഇപ്പം നമ്മുടെ ടീമിൽ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഒരു ടിക്കറ്റ് റേസ് ചെയ്യുന്ന സമയത്താണ് അയാളുടെ ടാസ്കുകൾ കൂടുന്നത്. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അയാൾ പണിയെടുക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല. സോ അത് 2 രീതിയിൽ നമുക്ക് അളക്കാം. ഒന്ന് പ്രധാനപ്പെട്ടത് നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ എത്രത്തോളം ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പം 10 മാസം അല്ലെങ്കിൽ ഒരു മാസം 10 കോള് അല്ലെങ്കിൽ 20 കോള് അല്ലെങ്കിൽ ഇത്ര റവന്യൂ എന്ന് പറയുന്ന ഫിക്സഡ് ആയിട്ടുള്ള റിക്കറിങ് ആയിട്ടുള്ള ടാസ്കുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഇവർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടാസ്കുകൾ ഇവരെങ്ങനെ ചെയ്യുന്നു, അതിൽ എന്ത് ഫീഡ്ബാക്കാണ് കിട്ടുന്നത്, ഓൺ ടൈമിൽ ചെയ്തു തരുന്നുണ്ടോ, കസ്റ്റമേഴ്സിന് എന്ത് രീതിയിലുള്ള റെസ്പോൺസാണ് അതിനെക്കുറിച്ച് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. ആ ഒരു രീതിയിലുള്ള, ഇപ്പം കംപ്ലയിൻസ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, കസ്റ്റമർ കംപ്ലയിൻസ് ആണ്. ഇപ്പോൾ ഒരു മാസം അത്ര കംപ്ലയിൻസ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം 30 കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്തിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഒരു മാസം 10 കംപ്ലയിൻറ്റ് വന്നുള്ളെങ്കിൽ പിന്നെ അത് അയാളുടെ കുറ്റമല്ലല്ലോ. സോ അങ്ങനെ 2 രീതിയിൽ നമുക്ക് അതിനെ പെർഫോമൻസ് നമുക്ക് അളക്കാൻ പറ്റുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഒരു പെർഫോമൻസ് കുറഞ്ഞ ഒരു എംപ്ലോയിനെ പെട്ടെന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. ഓക്കെ, അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ പണി പാടും. കാരണം അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ് ഉണ്ട്. അപ്പോൾ പെർഫോമൻസ് കുറവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടുക എന്നുള്ളതല്ല. കാരണം പ്രത്യേകിച്ച് സെയിൽസും മാർക്കറ്റിങ്ങിലൊക്കെ വരുന്ന ആൾക്കാരെ കിട്ടാൻ പാടാം. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിൽ വന്ന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കി അതുമായിട്ട് സ്യൂട്ടബിളായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഒരാൾക്ക് കഴിഞ്ഞ 1.5 വർഷം 2 വർഷമായിട്ട് എല്ലാ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, കഴിഞ്ഞ 3 മാസമായിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് അയാളെ പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ല. കാരണം എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയി എന്നുള്ള ഒരു എംപത്തറ്റിക്കലായിട്ടുള്ള
ഒരു ഹ്യൂമൻ ടച്ച് കൂടെ നമുക്ക് അവിടെ വേണം. അവിടെയാണ് HR-ൻ്റെ പോസിബിലിറ്റീസും വരുന്നത്. എംപ്ലോയി എൻഗേജ്മെൻറ്റും എംപ്ലോയി ഇൻട്രാക്ഷനും എംപ്ലോയി കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ. മെൻ്റൽ ഹെൽത്ത് ഒരു വലിയ ഫാക്ടറാണ് വർക്ക് പ്ലേസിൽ. മനസ്സിലായി. അവർക്ക് ഈ പ്രൊമോഷനും പെർഫോമൻസും സാലറി ഹൈക്കൊക്കെ എങ്ങനെയായിരിക്കണം പ്രോപ്പർലി കൊടുക്കേണ്ടത്? അത് ആക്ച്വലി പല സ്ഥാപനങ്ങളിലും പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പിലാണെങ്കിലും അല്ലെങ്കിൽ കമ്പനി കുറച്ച് നല്ല ആൾക്കാരുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിലും പല രീതിയിൽ അത് ഓരോ കമ്പനിക്കും പോളിസി വ്യത്യാസമാണ്. ഇപ്പോൾ ചില കമ്പനീസിൽ എല്ലാ 6 മന്തും സാലറി റിവൈസ് ചെയ്യും. ഓക്കെ. ചില കമ്പനീസിൽ പെർഫോമൻസ് വൈസ് ആയിരിക്കും സാലറി ഹൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 1 മാസം 2 മാസം അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ 3 മാസം കഴിയുമ്പോൾ സാലറി ഹൈക്ക് കിട്ടും, ചിലപ്പം 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ടൈം ഉണ്ടാവില്ല. ചിലയിടത്ത് ആനുവൽ ആയിരിക്കും, വർഷാവർഷമായിരിക്കും സാലറി റിവൈസ് ചെയ്യണം. പലയിടത്തും ആനുവൽ സാലറി ആണ് വരുന്നത്, ഏകദേശം ആനുവൽ തന്നെയാണ്. പക്ഷേ എല്ലായിടത്തും പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഈ സാലറി കൂട്ടി കൊടുക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി. അപ്പം അത് ചില സമയത്ത് അത് ഹോൾഡാവും, സാലറി ഹോൾഡാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പ്രൊമോഷൻസ് ആയിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട HR റോളിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള കരിയർ മാപ്പ് ഉണ്ടാവണം. നമ്മളവിടെ എംപ്ലോയീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഈ പൊസിഷനിൽ എന്ത് കരിയർ ഗ്രോത്ത് എന്നാണ്. ഇപ്പം മാർക്കറ്റിങ്ങിലാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വന്ന ആൾക്ക് അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഡെസിഗ്നേഷനിൽ വളർന്ന് ടോപ്പ് പൊസിഷനിലേക്കുള്ള ആ പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആ ഒരു ലേഡർ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന HR-ൻ്റെ ഒരു വലിയ റോളാണ് ആ ചാർട്ട് തയ്യാറാക്കുക. ഒരു പൊസിഷൻ, അത് മാർക്കറ്റിങ്ങിൽ മാത്രമല്ല എല്ലാ പൊസിഷനിലും. ഇപ്പോൾ HR ആണെങ്കിൽ HR, ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ്, ഡെവലപ്മെൻറ്റ് ഏരിയയിലാണെങ്കിൽ അങ്ങനെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ അങ്ങനെ, അഡ്മിൻ സൈഡിലാണെങ്കിൽ അങ്ങനെ, ഏത് റോളാണെങ്കിലും അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്ത് ടോപ്പിലേക്ക് വരാനുള്ള ഒരു ലാഡർ സ്പേസ് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മൾ ഒരൊറ്റ ആംഗിളിൽ നിന്നല്ല ആക്ച്വലി സാലറി ഹൈക്കും പ്രൊമോഷൻസും കിട്ടുന്നത്. ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ള ഒരു അപ്രോച്ച് വേണ്ടി വരും. എംപ്ലോയി സെൽഫ് അസസ്മെൻറ്റ് വരും. ഓക്കെ. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, ടീമുമായിട്ട് വർക്ക് ചെയ്യുന്നതിൽ, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തീരുന്നതിൽ, അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ, അവർക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നതിൽ, ഇതിന് എല്ലാത്തിനും അവരെ അസസ് ചെയ്യണം. ഒരു സെൽഫ് അസസ്മെൻറ്റ് ഫോം നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അത് അവർ സെൽഫ് അസസ് ചെയ്യുക. സെൽഫ് അസസ് ചെയ്യുന്നതിൽ ചില ആൾക്കാരെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം എല്ലാത്തിലും ഞാൻ കേമനാണ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടും, ചിലപ്പോൾ കൂടുതൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവർക്കറിയില്ല ഇത് മാത്രമല്ല അസസ്മെൻറ്റ് രീതി എന്ന് അവർക്കറിയില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മിഡിൽ പിടിക്കും. അപ്പോൾ ഇത് രണ്ടായി കഴിഞ്ഞാലും അവർക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു ടീമിനകത്തു നിന്ന് തന്നെ ഒരാൾ ടീം ലീഡാക്കുക അല്ലെങ്കിൽ മാനേജറാക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് വരുന്നത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും പ്രോപ്പർലി ഒന്ന് അവർ അതിനിടയിൽ നിന്നൊരു ടീം ലീഡറിനെ സെലക്ട് ചെയ്യുന്നത്? ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ടീമിലുള്ള ഒരാളെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കാരണം ടീമിലുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട്, കാരണം ലീഡർഷിപ്പ് എബിലിറ്റീസുള്ള, ലീഡ് ചെയ്യാൻ പറ്റുന്ന, അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന ഒരു രീതിയിലേക്കായിരിക്കണം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയി എന്ന് വെച്ചിട്ട് അയാൾ ലീഡർ ആവണമെന്ന് നിർബന്ധമില്ല. എല്ലാവരോടും കളിച്ചിരിച്ചിട്ട് ലീവ് വേണമെന്ന് പറയുമ്പോൾ പൊക്കോ എന്ന് പറയുന്ന, ഇവരോട് കളിച്ചിരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്നത്. അയാൾക്ക് ചിലപ്പോൾ ഒരു നല്ല ലീഡർ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ 2 ആംഗിളിൽ നിന്നും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അയാൾ എത്രത്തോളം ബിസിനസ് സ്ട്രാറ്റജീസ് ആക്കുകയും പ്ലാൻ ചെയ്യുകയും ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അറ്റ് ദ സെയിം ടൈം എങ്ങനെ ടീമിലുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളത് നോക്കണം. സോ അതിൽ പറ്റുന്നില്ല, ഒരേ പൊസിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണെങ്കിൽ പുറത്തുനിന്നുള്ള എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അവിടെ കോൺഫ്ലിക്റ്റ് ഒരേ പൊസിഷനിലേക്ക്, ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഒരു 4 പേര് ഒരേപോലെ കേപ്പബിളാണ്. ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ ടീമിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് വേറൊരാളെ പുറത്തുനിന്ന് എടുക്കുന്നതാണ് നല്ലത്. കാരണം കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ടീമിൽ കേപ്പബിൾ ആയിട്ടുള്ള ആളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ടീം ലീഡറിൻ്റെയും ഒരു മാനേജറിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും? രണ്ടും 2 രീതിയിലാണ്. ഇപ്പം ടീം ലീഡ് അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ CEO എന്ന് വരുന്ന സമയത്തേക്ക് ഇവർക്ക് 3 പേർക്കും പല റോളുകളാണ്. ഇപ്പം CEOയിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെയ്യാനോ ഇതിനകത്ത്
ഓരോരുത്തരും ചെയ്യുന്നത് മാനേജ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. മൈക്രോ മാനേജ് ചെയ്യാൻ. അയാളുടെ തോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ എന്ത് ചലഞ്ചസ് ആണ് നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ ചലഞ്ചസിനെ എങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇപ്പോഴേ പ്രോ ആക്റ്റീവായിട്ട് ഓവർടേക്ക് ചെയ്യാമെന്നായിരിക്കും അയാൾ നോക്കുന്നത്. പ്രൊജക്ട് മാനേജേഴ്സും ടീം ലീഡ് എന്ന് പറയുന്നത് മിക്കവാറും ആ ഒരു ടീമിലെ ആ ടാസ്ക് എന്താണോ അവർക്ക് കൊടുത്തിരിക്കുന്നത്, അവരുടെ ആ ഒരു പ്രോജക്റ്റ് അത് കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മാനേജ് ചെയ്യായിരിക്കും ടീം പ്രൊജക്ട് മാനേജേഴ്സ്. ആ പ്രൊജക്റ്റ് കൃത്യമായിട്ട് റണ്ണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷണാലിറ്റീസും എല്ലാവരെയും ഓരോരുത്തരെയും അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അണ്ടറിലും ഒരുപാട് ടീംസ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് ടീംസിനെ മോൾഡ് ചെയ്ത് കൊണ്ടുപോയായിരിക്കും ടീം ലീഡർ എന്ന് പറയുന്ന പൊസിഷൻ ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോൾ IT സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ്, iOS, അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ 3-4 കോർ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് ഓരോന്നിനും ഓരോ ടീം ലീഡ് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പം ആൻഡ്രോയിഡ് ടീമിൻ്റെ ലീഡാണെങ്കിൽ ആൻഡ്രോയിഡ് ടീമിൽ തന്നെ ഉള്ള അതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ആ പൊസിഷനിലേക്ക് വരുന്നത്. iOSലാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ടാവും. അതേസമയം വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിലാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ടാവും. ചിലപ്പോൾ പ്രൊജക്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഇത് 3 ടീമിനെയും ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കും. മനസ്സിലായി. വ്യത്യസ്തമായിട്ടുള്ള ടീമിനെ പ്രൊജക്ട് മാനേജേഴ്സ്, ഒരു പ്രൊജക്റ്റിന് ചിലപ്പോൾ ഒരു ഏരിയ മാത്രം മതിയാവില്ല. ഇതിൻ്റെ കൂടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചിലപ്പം വേണ്ടി വരും. ക്ലയൻസുമായിട്ട് സംസാരിക്കുന്നതിന് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത് അവരിൽ തന്നെ ഉള്ള ആ ഏരിയയിൽ എക്സ്പെർട്ടായിട്ടുള്ള ടോപ്പിൽ നിൽക്കുന്ന സീനിയർ ആയിട്ടുള്ള അവരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. പ്രൊജക്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അയാൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമായിരിക്കും പുള്ളി എക്സ്പെർട്ട്, പക്ഷേ അതിലുള്ള ടീമിനെ മൊത്തം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള എക്സ്പെർട്ട് ലെവലിൽ വരുന്ന ലീഡേഴ്സ് ആയിരിക്കും. അത് ചിലപ്പം ഈ മൂത്ത് വരുന്നതായിരിക്കും. ഓക്കെ. എക്സിക്യൂട്ടീവ് ലെവലിൽ വന്ന് അത് ടീമിൻ്റെ സീനിയറായി, പിന്നെ ടീം ലീഡായി, പിന്നെ പ്രൊജക്ട് മാനേജറായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അതിനകത്ത് മിക്കവാറും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്നതും ആവാം. പക്ഷെ അതിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. യാതൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള ഒരാളെ പിടിച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സൈഡിലുള്ള ഒരു ടീമിൻ്റെ മാനേജറാക്കി വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ട് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് നടക്കില്ല. മനസ്സിലായി. നമുക്ക് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഈ ബോണസും ഇൻസെൻറ്റീവ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം? അത് ഞാൻ നേരത്തെ എല്ലാ കമ്പനിയിലും പല രീതിയിലാണ് ഈ ബോണസ് കൊടുക്കുന്നത്. ചില ആനുവൽ ബോണസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർ ഫെസ്റ്റിവൽ ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് മെയിൻലി പല കമ്പനീസും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ബില്ലബിലിറ്റി വെച്ചിട്ടാണ് നോക്കുന്നത്. എത്രത്തോളം അവർ ബില്ലബിളാണ്, എത്രത്തോളം അവർ കമ്പനിയിലേക്ക് റവന്യൂ കൊണ്ടുവരുന്നുണ്ട്. സോ ബില്ലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന രീതി ഉണ്ട്. അത് ഇത്ര പെർസെൻറ്റേജ് എന്ന് വെച്ചിട്ട് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഓരോ ഏരിയ വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. ബില്ലബിൾ ആണെങ്കിൽ HR-നൊന്നും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ നമ്മൾ HR എന്ന് പറയുന്ന ഒരു ബില്ലബിൾ ആയിട്ടുള്ള ഒരു ടീമല്ല. നമ്മൾ ബില്ലബിൾ ആക്കി എടുക്കാൻ പറ്റും. HR തന്നെ ചില കോർ ഏരിയാസ്, ഏകദേശം 12ഓളം ഏരിയാസും കോർ ഏരിയാസും അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് സബ് കോർ ഏരിയാസ് ഏകദേശം 75 മുതൽ 90 കോർ ഏരിയാസ് HR-ന് മാത്രമുണ്ട്. അത്രയുണ്ട്. അപ്പോൾ അതിൽ ചില ഏരിയാസൊക്കെ നമുക്ക് ബില്ലബിളാക്കി. ഇപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന രീതിയിൽ ചില റിക്രൂട്ട്മെൻറ്റിൽ തന്നെ കുറേ ഹയർ പൊസിഷൻ ആണെങ്കിൽ ഈ ഔട്ട്സോഴ്സിംഗ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ബില്ലബിൾ സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. സോ അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം ബോണസ് എന്ന് പറയുന്നത് പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസും കോൺട്രിബ്യൂഷനും വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിനും ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കമ്പനി പോളിസി അനുസരിച്ചിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സമയത്ത് എല്ലാം അങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ എത്രത്തോളം ആ ഒരു റവന്യൂ നമ്മൾ സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളിപ്പം പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ടീം മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇത്ര രീതിയിൽ സാലറി കൂട്ടി തരുന്നില്ല, ഇത്ര ബോണസ് തരുന്നില്ല. അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്യൂർഡായിട്ട് വെക്കുക എന്നായിരിക്കും. അവർക്ക് വരുന്ന പ്രോഫിറ്റ് അടിച്ചു പൊളിച്ച് തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രോജക്റ്റ് വന്നില്ല എങ്കിൽ കൂടി 4-5 മാസത്തേക്ക് നമ്മുടെ ടീമായിട്ടുള്ളവർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടിയിട്ട് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതായിരിക്കും അവർക്ക്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ 1 മാസം പ്രോജക്റ്റ് ഉണ്ട്, അടിച്ചു പൊളിച്ച് അത് തീർത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് മാസം പ്രോജക്റ്റ് ഇല്ല. 30-ാം തീയതി കഴിയുമ്പോൾ ഇവരെല്ലാം പ്രോജക്റ്റ് ഉണ്ടോ, സാലറി നമുക്ക് സാലറി കിട്ടിയല്ലോ, നമ്മൾ പണിയെടുത്തിട്ടുണ്ടോ, നമുക്ക് സാലറി കിട്ടണമെന്നേ പറയുള്ളൂ. ആ സെക്യൂർഡായിട്ട് വെക്കുക എന്ന് പറയുന്നത് ഹയർ ലെവലിലുള്ള CEO ലെവലിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അടിച്ചു പൊളിച്ച്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്
ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരിക്കും. അത് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. ഓക്കെ ഓക്കെ മനസ്സിലായി. നമുക്കിപ്പോൾ ഈ കംപ്ലയൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് അതെങ്ങനെയായിരിക്കും പ്രോപ്പർലി ഫയൽ ചെയ്യേണ്ടത്? ഈ സാലറി സ്ട്രക്ചർ, ESI, PF, അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ് ഈ കംപ്ലയൻസ് ഫയലിങ്ങിലോട്ടൊക്കെ പോകുന്നത്? ISIയും PF ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിട്ടുപോകുന്നതും പണി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. കാരണം പറയുന്നത് ESI എന്ന് പറയുന്നത് 10-ൽ കൂടുതൽ എംപ്ലോയീസ് മാൻഡേറ്ററി ഉണ്ടെങ്കിൽ അത് നിർബന്ധമാണ്. ഓക്കെ 10-ൽ കൂടുതലായി കഴിഞ്ഞാൽ. PF വരുന്ന സമയത്ത് 20 പറയുന്നത്. അപ്പോൾ നമ്മൾ 20-ലേക്ക് പോകാൻ നിൽക്കേണ്ട, നമ്മൾ ടീം വളരുന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു 10 ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് രണ്ടും ഒന്നിച്ചങ്ങ് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് നല്ലത്. എലിജിബിലിറ്റി എങ്ങനെയാണ്? ഏതാണ്? ESIയുടെയും PFൻ്റെയും. ESI എന്ന് പറയുന്നത് നമ്മളിപ്പം 21,000 ഓക്കെ 21,000-ന് താഴെയാണ് സാലറി എങ്കിൽ ESI നിർബന്ധമാണ്. 21,000 എബോവ് ഉള്ളവർക്ക് എനിക്ക് ESI വേണമെന്ന് പറഞ്ഞാലും ഇല്ല, ഇല്ല. അതിൻ്റെ മുകളിലോട്ടില്ല. ഓക്കെ അതിന് താഴെ ഉള്ളവർക്ക് മാത്രമേ, സാലറി ഉള്ളവർക്ക്, മന്ത്ലി സാലറി ഉള്ളവർക്ക് മാത്രമേ ESI. അതിൻ്റെ ആനുകൂല്യം എന്തൊക്കെയായിരിക്കും മെയിനായിട്ട്? ESIന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം ESI നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കോൺട്രിബ്യൂഷൻ 6 മന്ത് എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ടാവും. അത് ആ ഒരു ടൈം പീരീഡിലേക്ക് നമുക്ക് ഒരു മെഡിക്കൽ കാർഡ് നമ്മുടെ എംപ്ലോയറിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ഒരു മെഡിക്കൽ കാർഡ് പോലെ കിട്ടും. അതിനകത്ത് നമ്മുടെ പാരൻസിനെ, അതായത് അച്ഛൻ അമ്മ പോലുള്ള ആൾക്കാരെ, ഇപ്പം 18 വയസ്സിന് താഴെയുള്ള സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒക്കെ നമുക്ക് ഇതിനകത്ത് ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യാം. സോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമുക്ക് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന സാധനങ്ങൾക്ക്, ഇപ്പം ഹോസ്പിറ്റൽ കേസുകൾക്കൊക്കെ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. അത് മാത്രമല്ല, ഇപ്പം പ്രത്യേകിച്ചും ലേഡീസ് ആണെങ്കിൽ മെറ്റേണിറ്റി ലീവ് എടുക്കുന്ന സമയത്ത് ആ ടൈം പീരീഡിലുള്ള സാലറി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അത് ഈ മെഡിക്കൽ കാർഡ് വെച്ചിട്ട് നമ്മുടെ ആരെയൊക്കെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ബെനിഫിഷ്യറി ആയിട്ട് ആരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ആർക്കാണ് നോമിനി ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ESI ഓഫീസിലും അതേപോലെ തന്നെ ഇത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ എവിടെയാണോ ഇത് കാണിക്കുന്നത് അവിടെയായിട്ട് പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് സൈൻ വാങ്ങിച്ച് ESI ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടും, ഗവൺമെൻറ് സൈഡിൽ നിന്നാണ് സാലറി. കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എംപ്ലോയർക്കുള്ളൊരു ലാഭം എന്ന് വെച്ചാൽ ആ മാസത്തെ സാലറി ഗവൺമെൻറ് അതിൽ നിന്ന് ESIയിൽ നിന്ന് പോവും എന്നത് തന്നെയാണ് ഒരു വലിയ ലാഭം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ചെറിയ അപകടം അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് വലിയ MNCs ഒക്കെ ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം ലക്ഷങ്ങളുടെ 5 ലക്ഷത്തിൻ്റെ 6 ലക്ഷത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പം ചെറിയ കമ്പനീസിനാണെങ്കിൽ അവർക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ 21-ന് താഴെ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ് സാലറി, അതിന് താഴെയായിരിക്കും. ഇപ്പോൾ ഏകദേശം 30,500 ഒരു റേഞ്ചിലായിരിക്കും. 10,000 ഇൻ ഹാൻഡ് PF ESIയും പോയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ പോലും 21-ന് താഴെ ആണെങ്കിൽ ഇവർക്ക് ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യമാണ്. സോ അത് ഉണ്ട്. ഇപ്പം PFൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ 15,000 എബോവ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 15,000 താഴെയാണെങ്കിൽ നിർബന്ധമാണ്. 15,000 മുകളിലാണെങ്കിൽ പ്രീവിയസ് കമ്പനീസിലൊന്നും ഇതില്ല എന്നുണ്ടെങ്കിൽ, PF ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഫോമിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് കമ്പനീസിൽ PF ഇല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ എൻ്റെ ഷെയറിങ് എങ്ങനെയായിരിക്കും പോകുന്നത്? അത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പല രീതിയിലാണ് പോകുന്നത്. ഇപ്പം എംപ്ലോയർ കോൺട്രിബ്യൂഷനുണ്ട്, എംപ്ലോയി കോൺട്രിബ്യൂഷനുണ്ട്. എംപ്ലോയിക്ക് അവരെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനുണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷനുണ്ട്. അപ്പോൾ ആ 2 കോൺട്രിബ്യൂഷനും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ 2ൻ്റെയും ബെനിഫിറ്റ് കിട്ടുന്നത് എംപ്ലോയിക്കാണ്, അവരുടെ അക്കൗണ്ടിലേക്ക് ആയിട്ടാണ് വരുന്നത്. ഈ 2 കോൺട്രിബ്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പം തുടങ്ങുന്ന സമയത്ത് എൻ്റെ വളരെ തുച്ഛം സാലറി ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ എടുത്ത എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആ സാലറി അത്രയാണെങ്കിൽ കൂടി PF വേണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു വലിയ എമൗണ്ട് നമ്മളറിയാതെ ഒരു സേവിങ് ആയിട്ട് പോവുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, 10,000 രൂപയാണ് നമുക്ക് സാലറി, നമുക്ക് 15,000 രൂപ ചിലവുണ്ട്. 20,000 രൂപയാണ് നമ്മുടെ സാലറി എങ്കിൽ നമ്മുടെ ചിലവ് 25,000 രൂപയാവും. 30,000 സാലറി ഉണ്ടെങ്കിൽ 35,000 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ PF ESIയെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പറയുന്നത്, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഇല്ല വേണ്ട എനിക്ക് ഫുൾ പൈസ തന്നാൽ മതി എന്നാണ്. അത് ഫിനാൻസ്
ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഒരു പാടാണ്. ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായി. ഇത് നമ്മൾ പോലും അറിയാതെ സാലറി നമ്മളിൽ കിട്ടുന്നതിന് മുമ്പേ പോയി കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു വലിയ സേവിങ്സ് അവിടെ വരികയാണ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പി എഫ് ഉള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ പി എഫ് നിർബന്ധമായിട്ട് അതിനകത്ത് ചേരുക. അത് ഒരു കമ്പനിയിൽ നിന്ന് പോയി വേറൊരു കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് വേറെ അക്കൗണ്ടല്ല, ഇതേ അക്കൗണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു UN നമ്പർ ഉണ്ട്, ആ നമ്പർ അടുത്ത കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിലേക്ക് തന്നെ ആഡ് ചെയ്തോളും കമ്പനി മാറുന്ന സമയത്ത്. ഇപ്പം പി എഫ് എമൗണ്ട് എന്ന് പറയുന്നത് മുമ്പ് ഭയങ്കര തലവേദനയായിരുന്നു. കാരണം ഫുൾ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നമുക്ക് ജോലിയൊന്നുമില്ലാതെ 3 മാസം അതിനകത്ത് പി എഫ് എമൗണ്ട് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല, ഇപ്പം വെറുതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സബ്മിറ്റ് ചെയ്തിട്ട് ഹാഫ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിനൊക്കെ ഒരു പുതിയ ഒരു സംഭവം ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടില്ല. കാർഡ്, പി എഫ് കാർഡ്. നമുക്ക് ATM കാർഡ് പോലെ തന്നെ നമ്മുടെ എമൗണ്ട് ആ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എനി ടൈം. അത് ഭയങ്കര ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറി ആഡ് ചെയ്യും, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഒന്നും ചെയ്യണ്ട. നമ്മുടെ പി എഫിനകത്തുള്ള പൈസ പക്ഷെ അത് സൂക്ഷിച്ച് ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും. കാരണം അത് പൈസ പോകുന്ന വഴി കാണൂല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്ത് തീർക്കും, അവിടെ ഇരുന്നോട്ടെ, പിന്നെ ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവുമല്ലോ. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളാണെങ്കിൽ ഒരു 10 എംപ്ലോയീസ് കഴിയുമ്പോൾ തന്നെ PF USA ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതിൻ്റെ 20 എന്ന് പറയുന്ന എമൗണ്ട് ആൾക്കാരുടെ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടിയിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എല്ലാം ഫൈനോട് കൂടിയിട്ട് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. അത് ലക്ഷങ്ങൾ വരും. മനസ്സിലായി. ഒരു വലിയ ബാധ്യതയാവും അത്. സോ അതിന് മുമ്പ് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രോസസ്സ് സെറ്റ് ചെയ്ത് വെച്ച് GST പോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോസസ്സാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. മനസ്സിലായി. നമുക്ക് ഒരു എംപ്ലോയി എങ്ങനെ പ്രോപ്പറായിട്ട് ഫയർ ചെയ്യാം? ഒരു വലിയ കഥയാണ്. പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലേബർ ഓഫീസിൽ നിന്നും ഒക്കെ ഇഷ്യൂ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആദ്യം റിട്ടേൺ ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ വെർബലായിട്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേജ്, അതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് പെർഫോമൻസിൻ്റെ കുറവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലക്ഷ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ എന്താണെങ്കിലും അവരെ വെർബൽ വാർണിംഗ് ആദ്യം കൊടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. അതിന് ശേഷമാണ് റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് അവിടെ ഈ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഈ എഴുത്തും അങ്ങനെ വലിയ ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ മെയിലും അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിൽ ത്രൂ വാണിംഗ് ഒന്നും കൊടുത്തില്ല, വെർബലെയാണ് 2, 3, 4 വാണിംഗ് കൊടുത്തത്. ഇത് അവസാനം പുള്ളിക്കാരിനെ 3, 4 വെർബൽ വാണിംഗ് കൊടുത്തിട്ടും ആവാത്തതുകൊണ്ട് നമ്മൾ ഒരു 1.5 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. പക്ഷെ അത് ഒരു വലിയ ബുദ്ധിമുട്ടായി. പുള്ളിക്കാരി ലേബർ ഓഫീസിൽ പോയ സമയത്ത് അവിടുന്ന് നമ്മുടെ അടുത്ത് വന്ന ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് റിട്ടേൺ ആയിട്ട് കൊടുത്തില്ല. അപ്പം നമ്മൾ അവർക്ക് മെയിൽ അസസ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എങ്കിൽ അത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവർക്കൊരു കോപ്പി കൊടുത്ത് നമ്മളൊരു കോപ്പിക്കകത്ത് റിസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വാങ്ങണം. ഈ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ സൂക്ഷിക്കുകയും വേണം. ഇത് ചിലപ്പോൾ 5, 6, 7 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത് ഡോക്യുമെൻ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. അത് ഡോക്യുമെൻ്റ് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിട്ടേണും കഴിഞ്ഞിട്ടും ഇത് തുടരുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. 2, 3 റിട്ടേൺ മെയിലും കൊടുത്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആക്ഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി. അതിന് പ്രോപ്പറായിട്ട് റീസണും വേണം. ഈ ഇടയ്ക്കാണ് ഒരു വലിയ MNC നിന്ന് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വിധി വന്നപ്പോഴാണ് 10 or 14 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാളെ കാരണമില്ലാതെ ഫയർ ചെയ്തു. പുള്ളി കോടതിയിൽ പോയി 10 or 14 വർഷം ഫൈറ്റ് ചെയ്തു. എന്നിട്ടാണ് അത് അയാൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നത്. അത്രയും വർഷത്തെ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് വിധി വന്നു. അത്രയും വർഷം അയാൾ വേറെ ജോലി ചെയ്യുകയും ചെയ്തു, ഇത്രയും സാലറി കിട്ടുകയും ചെയ്തു. ഇത്രയും വർഷത്തെ അതൊരു ഹ്യൂജ് എമൗണ്ടാണ്, അത് കിട്ടുകയും ചെയ്തു. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് കൃത്യമല്ലാത്ത കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ എല്ലാ എംപ്ലോയീസും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഈ ജെൻസി എംപ്ലോയീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്.
അതിനൊരു കറക്റ്റ് അത് ആക്ച്വലി നമ്മളുടെ എങ്ങനെയാണ്? പേഴ്സ്പെക്റ്റീവ് ആണ് മിക്കവാറും അതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇവിടെ ജെൻസി വർക്ക് ഫോഴ്സിലാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ ഒരൊറ്റ വാക്കാണ്. ജെൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരൊറ്റ വാക്ക് എന്താ അറിയോ? വൈബ്. അവർക്ക് സ്ഥലത്ത് വൈബ് വേണം. അതെ, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വൈബ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പ്രൊഡക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് അവർ ചെയ്യുന്നത് എന്ന ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് ചെയ്യും. പണ്ടത്തെ നമ്മൾ ജനറേഷനെ പോലെ ചിലപ്പോൾ അവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല, എക്സ്ട്രാ ടൈം ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതൊക്കെ ഇഷ്യൂസാണ്. പക്ഷേ ഉള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ അത് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യും. നമ്മുടെ ഇതിലൊക്കെ ജനറേഷനിൽ ജെൻ വൈയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ മില്ലേനിയോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പണിയെടുക്കും, വർക്ക് ലൈഫ് ബാലൻസ് നോക്കില്ല, അതിനുവേണ്ടി അങ്ങ് കിടക്കും. പക്ഷേ നമ്മളെ കണ്ടിട്ടാണ് ആക്ച്വലി ഇവർ വളരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ബൗണ്ടറീസ് ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് നോ പറയാൻ അറിയാം. നമ്മൾ നോ പറയില്ല, നമ്മൾ അത് കടിച്ചു പിടിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും. പക്ഷെ ഇന്നത്തെ അവർക്ക് കൃത്യമായിട്ട് നോ പറയാൻ അറിയാം. ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് റിസൈൻ ചെയ്ത് പോകാൻ അവർക്കൊരു മടിയില്ല. നമുക്കാണ് പേടി, ജോലി പോവോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ വേറെ കിട്ടില്ലേ. അവർക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് വർക്ക് ലൈഫ് ബാലൻസ് അല്ലല്ലോ, ലൈഫ് വർക്ക് ബാലൻസ് ആണ്. കാരണം അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം പിന്നെ ടോപ്പറായിട്ട് വന്നിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയാസിലൂടെയും അത്തരം രീതിയിൽ മാറുന്നുണ്ട്. പഴയ ട്രഡീഷണലായിട്ടുള്ള ജോലി സാധ്യതകളൊന്നുമല്ല. കുറച്ചൊന്ന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയവും അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനേക്കാൾ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു മാർഗങ്ങളുള്ള സമയത്ത് ഇന്ന് ഒരു ജോലി റിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടി ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പം നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുക, ക്ലാരിറ്റി കൊടുക്കുക. എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അത് നിൽക്കുക. പിന്നെ നമ്മളും ജെൻസി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതാണ് മറ്റൊരു മാർഗം. നമ്മളും ആ ഒരു വൈബ് ഓഫീസിൽ ജനറേറ്റ്. ഇപ്പം ടെക്നോ പാർക്കിൽ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനീസിൻ്റെയും സോഷ്യൽ മീഡിയാസ് എടുത്തു നോക്കുക. അവരുടെ പ്രോഡക്റ്റിനേക്കാൾ അവർ സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനേക്കാൾ അവരുടെ സർവീസിനേക്കാൾ അവർ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സിനിമ ഡയലോഗ്സ് ഉള്ള റീൽസാണ്, തമാശ റീൽസാണ്. സോ അത് ആൾക്കാരെ, അതേ ഏജിലുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വൈബാണ്, അവർക്ക് ആ വൈബുണ്ട്, ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അട്രാക്ട് ചെയ്യുന്നതിനും കൂടിയിട്ടാണ്. സോ അത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ ഒരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. പിന്നെ ഇവർക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. ഫുൾ ടൈം ഓഫീസ് എന്നുള്ള രീതിയിലല്ലാതെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കൊടുക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം ടാസ്കുകളിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇവർ ടൈം ഇരിക്കുന്നതിനേക്കാൾ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അപ്പം നമ്മൾ ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യാനും പ്രോപ്പറായിട്ട് ചെയ്യാനും നമുക്ക് പറ്റണം. അതെ അതെ. കാരണം ഇനിയിപ്പോൾ കാലത്ത് ഇവർക്ക് അധികം നിർബന്ധം പിടിക്കാനും പറ്റാത്ത സ്ഥിതി വരാൻ പോവാണ്. ജെൻസിക്ക് നല്ല ചലഞ്ച് വരാൻ പോവാണ്. AI എംപ്ലോയീസ് വന്നു തുടങ്ങി, AI ഏജൻറ്റുകൾ വന്നു തുടങ്ങി. ഞാൻ തന്നെ ഇപ്പം എൻ്റെ ടീമിൽ 1-2 സാധനങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങി. എല്ലാം ഇപ്പം ഒരു എംപ്ലോയിയുടെ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി വെച്ചിട്ട് 12 സ്റ്റാഫുകളെ കിട്ടുന്ന ആപ്ലിക്കേഷനുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റിക്രൂട്ട്മെൻറ്റ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾ വരുന്ന സമയത്ത് ഇവരും ആ രീതിയിൽ അപ്ഡേറ്റഡ് ആവണം. സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മാനേജേഴ്സിനെ സംബന്ധിച്ചോളം, HRനെ സംബന്ധിച്ചോളം എളുപ്പം തന്നെയാണ്. പക്ഷേ ഇവരെ നമ്മൾ ഒന്ന് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മളതിനെ ഒന്ന് സ്കില്ല് പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി നിർബന്ധമാണ്. അവരുമായിട്ട് അവരുടെ ലാംഗ്വേജിൽ കൂടെ സംസാരിക്കാൻ പറ്റണം. ഇപ്പം ഈ ഇടയ്ക്കാണ് 2-3 ഇവർ യൂസ് ചെയ്യുന്ന വാക്കുകൾ പല ഡിക്ഷണറിയിലും, ഓക്സ്ഫോർഡിലൊക്കെ ഡിക്ഷണറിയിലൊക്കെ വന്നു. അത് ഞാൻ ആ വാർത്ത കേൾക്കുമ്പോഴാണ് ആ വാക്ക് എന്താണെന്ന് ഞാൻ കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് ഇതുവരെ അറിയില്ല. സോ ഈ ഇടയ്ക്ക് മറ്റേ മറിമായത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ സംസാരിക്കുന്നത്. നമ്മൾ ആ സംഭവമാണ്, ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയില്ല. ഇത് കുറച്ച് ആൾക്കാർ മാത്രമല്ല. നമ്മളിപ്പോൾ കോളേജസിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ വാക്കുകളൊന്നും അറിയാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാരും ഉണ്ട്. ഇമോജീസിന് വരെ ഫീലിങ്സ് ഉണ്ടെന്ന് ലേറ്റസ്റ്റ് റീൽ ഉണ്ടോ? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് നമസ്കാരമാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഹൈഫൈ 2 കൈ ഹൈഫൈ കൊടുക്കുന്നതാണെന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിത് ഒരാളോട് വെൽക്കം, നമസ്കാരം,
എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നീടാണ് മനസ്സിലായത് 2 കൈ ഹൈഫൈ അടിക്കുന്നതാണെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ എംപ്ലോയീസിനെ അപ്സ്കിൽ ചെയ്യുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരിത് പഠിച്ചിട്ട് കളഞ്ഞിട്ട് പോവില്ലേ, വേറെ ജോബ് പോവില്ലേ എന്നുള്ള, അതിനെക്കുറിച്ച് എന്താണ്? ഇന്ന് ഒരു എംപ്ലോയി കമ്പനി വിട്ടു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ആ കമ്പനിയിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളത്. മനസ്സിലായി. സോ ഗ്രോത്ത് കൊടുക്കുക. ഇപ്പം എല്ലാ കമ്പനീസിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ LND TND എന്ന് പറഞ്ഞിട്ട് വിങ്ങുകളുണ്ടാവും. ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും. ഓക്കെ. വെച്ച് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുത്തിട്ട് കലണ്ടറിക്കലായിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് ഓരോ മാസം എന്താണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന കമ്പനീസ് ഉണ്ട്. അവർ എംപ്ലോയീസിൻ്റെ അടുത്ത് സർവേ എടുക്കും. നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ ആഗ്രഹം, നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നേടാൻ പറ്റുന്ന സ്കിൽ എന്താണ്, ഓക്കെ. ഇതിൻ്റെ കോഴ്സുകളും ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്ന കമ്പനീസ് ഉണ്ട്. ഓക്കെ. സോ വളരെ കുറച്ച് കമ്പനീസിൽ പേടിയുള്ള കുറച്ച് മാത്രമേ ഇപ്പോഴും ട്രെയിൻ ചെയ്യാതെ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ കോഴ്സ് റെഫർ ചെയ്യാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ടീമിൽ തന്നെ കൊടുക്കുന്ന വെച്ചാൽ ഒരു 2 മാസത്തിൽ ഒരു സർട്ടിഫിക്കേഷൻ അവർ ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ ഫ്രീ കോഴ്സുകളായിരിക്കാം, ചിലപ്പോൾ പെയ്ഡ് കോഴ്സുകളായിരിക്കാം, ചിലപ്പോൾ ഈ കോഴ്സ് പോലുള്ള സാധനങ്ങൾ ലിങ്ക്ഡിൻ്റെ തന്നെ കോഴ്സുകൾ ഉണ്ടാവും, ഗൂഗിളിൻ്റെ കോഴ്സുകൾ ഉണ്ടാവും. അത്തരമുള്ള കോഴ്സുകൾ സജസ്റ്റ് ചെയ്യും. ചില സമയത്ത് നമ്മൾ ഏതെങ്കിലും റീൽസ് കാണുമ്പോഴായിരിക്കും ഒരു പുതിയ ഏരിയ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം SEO മാറിയിട്ട് AEO GEO എന്നൊക്കെ പറഞ്ഞിട്ട് ഏജന്റുകളെ കൊണ്ടിട്ട്, അതേപോലെ തന്നെ ചാറ്റ് ബോട്ടുകൾ, ഇപ്പം സിറി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ചാറ്റ് GPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, കോപ്പൈലറ്റ് ആയിക്കോട്ടെ, ഇവരിൽ നമ്മളുടെ വെബ്സൈറ്റിലേക്കും അതേപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ സൈറ്റിലേക്കും ഉള്ള കണ്ടന്റ് ഇവർ കൊടുക്കുന്ന രീതിയിലേക്ക്. ഇപ്പം നമ്മളിപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കോപ്പൈലറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കുന്നത്, ഗൂഗിളിൽ എല്ലാ വെബ്സൈറ്റിലും പോയി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെയാണ് നമുക്ക് കണ്ടന്റ് റിസർച്ച് ചെയ്ത് തരുന്നത്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന പോലെയല്ല. അപ്പം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഇത്തരം പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് റീൽസിലാണ് കണ്ടത് ഇങ്ങനത്തെ കാര്യം. സോ അതെന്ത് ചെയ്തു, ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കും നിങ്ങൾ ആക്കിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളും വെബ്സൈറ്റുകളൊക്കെ എങ്ങനെ ഇത്തരം രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് നോക്കൂ. സോ അത് നമ്മൾ ലീഡർ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, അവരൊന്നും പഠിക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ടീം വളരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടീം വളരില്ല. നമ്മളും അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഭയങ്കരമായിട്ടുള്ള പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ആ ഒരു പ്രസക്തിയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 150 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം 10 ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഡെവലപ്മെൻറ്റൽ ഏരിയയിൽ ഒരു പുതിയ കാര്യം ഒരാൾ ചെയ്തു, അയാളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും, നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത്. മനസ്സിലായി. അപ്പോൾ ഇതേ കാര്യം ചെയ്യാൻ ബാക്കിയുള്ള 9 പേരും പഠിക്കണ്ട, ഇയാൾ പറഞ്ഞു കൊടുത്തോളൂ. സോ അത് ബാക്കിയുള്ളവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. അപ്പം ഒരു കമ്പനി ഓണർ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടുന്ന സ്കില്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളൊക്കെ സജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള, സോഫ്റ്റ് സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഓഫ്ലൈൻ ഔട്ട് ബോൺ ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകളൊക്കെയാണ്. ഓൺ ജോബ് ട്രെയിനിങ് ഒക്കെ ആയിരിക്കും എഫക്റ്റീവ് ആവുന്നത്. സോ അത്തരത്തിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഇന്ന് എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു സെഷൻസൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പായിട്ട് ഒരു മാസത്തിൽ ഇത്ര എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഹോസ്പിറ്റൽസിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ നേഴ്സിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള, ഇപ്പോൾ ഗെയിംസിലൊക്കെ ആയിക്കഴിഞ്ഞാലും എൻ്റെ ഒരു ചേട്ടൻ അവിടെ ട്രെയിനിങ് എടുക്കാൻ വരുന്നത്. അവിടെ ഇത്തരം സാധ്യതകൾ, കോർപ്പറേറ്റ് ട്രെയിനിങ്, LND അങ്ങനെയുള്ള സാധ്യതകൾ ഇനി ഏറ്റവും കൂടുതൽ കൂടുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പാണ് ഞാൻ മറ്റേ ഉടമയുടെ ഇത് കണ്ടത്, 2026 ഗ്ലോബൽ ലേണിംഗ് ആൻഡ് സ്കിൽ റിപ്പോർട്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഇതല്ലേ. അതിൽ പറയുന്നത് AI പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്നിരിക്കുന്ന വർധനവെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷത്തിൽ വന്നിരിക്കുന്ന വർധനവ് 100-200 അല്ല, 3500% വർധനവ് വന്നതാണ്. ദാറ്റ് മീൻസ് എല്ലാ മേഖലയിലും AI വന്നു, എല്ലാവരും AI പഠിക്കുന്നുണ്ട്. കോപ്പൈലറ്റും ഫീൽഡ് ഔട്ട് ആവും എന്നുള്ള രീതിയിൽ വന്നു. അറ്റ് ദ സെയിം ടൈം സോഫ്റ്റ് സ്കിൽസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ,
പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ലീഡർഷിപ്പ് സ്കില്ലുകൾ പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പം ഈ വർഷം 50-60% പുതുതായിട്ട് ആൾക്കാർ വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 38, 37, അതേപോലെ തന്നെ 50 ആ ഒരു റേഞ്ചിലേക്ക് വർധനവ് വന്നിട്ടുണ്ട്. സോ ഒരു കമ്പനിയിൽ ഏകദേശം 88% ആൾക്കാരും പറയുന്നതെന്ന് വെച്ചാൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്കില്ല് പഠിക്കണം എന്നാണ്. ലീഡേഴ്സിനും ഇത്തരത്തിലുള്ള സ്കില്ലുകൾ വേണം, എന്നാലേ ടീം വളരുള്ളൂ എന്നാണ് ഏകദേശം 88% ആൾക്കാരും വിചാരിക്കുന്നത്. സോ ആ സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചേഞ്ച് നടക്കുള്ളൂ. നമുക്ക് ഈ ഓഫീസിലൊക്കെ മെയിനായിട്ട് വരുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ റിപ്പോർട്ട്സും കമ്മ്യൂണിക്കേഷനും. അതെങ്ങനെ പ്രോപ്പർലി സോൾവ് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്ന ഫ്രഷേഴ്സായിട്ട് കയറുന്ന അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ഓർഗനൈസേഷനിൽ നിങ്ങളെ പറഞ്ഞ് തരാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നമ്മൾ പ്രൈമറിയിൽ കാണുന്ന ലാപ്ടോപ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറയുന്ന സംഭവം, അതും ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തൊരു 4 വർഷമൊക്കെ ആയ സമയത്ത് എൻ്റെ PM-ൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, CEO ചോദിച്ചിട്ടുണ്ട്, അവൻ അവിടെ എന്തെങ്കിലും പണി എടുക്കുന്നുണ്ടോ? ഓക്കെ, ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ. സോ അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ പണിയെടുക്കുന്ന കാര്യം ഞാൻ എവിടെയും ഡോക്യുമെൻറ്റും ചെയ്യുന്നില്ല, ആരെയും അറിയിക്കുന്നില്ല. മനസ്സിലായി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരാൾ എനിക്ക് ടാസ്ക് തന്നു, ഞാനത് ചെയ്തു, ഞാൻ ആരുടെ അടുത്ത് അത് പറഞ്ഞില്ല. അപ്പം അയാൾക്കത് കൺഫ്യൂഷനായി. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ ചെയ്തില്ലേ? അതെ, അവൻ വിട്ടുപോയോ? മറന്നോ? അല്ല, അവന് വേണ്ടത് സീരിയസ് ആയിട്ട് എടുത്തില്ലേ? അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, പല രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ആ സാധനം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു മെയിൽ അയക്കുകയാണ്, ഇന്ന ടാസ്ക് എനിക്ക് തന്നത്, ഞാൻ ഇത്രാം തീയതി ഇപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ഇതാണ് സ്റ്റാറ്റസ്. അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, എനിക്ക് 2 ദിവസം കൂടെ വേണം. പലരും വിചാരിക്കുന്നത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തു എന്ന് പറയുന്നതാണ് റിപ്പോർട്ടിങ്. അല്ല, പറഞ്ഞ തീയതിയിൽ ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതെനിക്ക് ഇത്ര ദിവസം കൂടെ വേണം, ഇത്രാം തീയതി ഞാനത് തരാം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതും അപ്ഡേറ്റിംഗ് ആണ്. ആ ഒരു സംഭവം ഉണ്ടാവണം. പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ, തന്ന ആൾ ചോദിക്കുമ്പോഴായിരിക്കും പറയുന്നത്. ഈയിടയ്ക്ക് എൻ്റെ ടീമിൽ ഒരാൾക്ക് ഞാനൊരു ടാസ്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, എഴുതിയെടുക്കുന്നില്ല ഡയറി. വേണ്ട ചേട്ടാ, ഞാൻ ഇതിനകത്ത് ഇപ്പം ജസ്റ്റ് അല്ല, ഞാനിപ്പം സെറ്റാക്കി തരാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അതെന്തായി? അതെന്തുവാ പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ലല്ലോ, അങ്ങനെ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് ഇന്ന കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, ഞാനത് എഴുതിയെടുക്കാൻ പറഞ്ഞു, എഴുതിയെടുത്തില്ല. പക്ഷെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, ഞാൻ ടാസ്ക്കായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഏത് റോളിലായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നിർബന്ധമായിട്ടും. അത് പല കമ്പനിയിൽ പറയില്ല, പക്ഷെ നിങ്ങളത് പേഴ്സണലി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അത് നിങ്ങൾക്ക് എക്സൽ കീപ്പ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതിനകത്ത് കീപ്പ് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് ആണെങ്കിൽ അത് ഷീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡയറിയിൽ എഴുതി വയ്ക്കാം. ഡേറ്റ്, ഓക്കെ, ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ, ഓക്കെ, അത് ആരാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്തത്, എത്രാം തീയതിയാണ് അത് തീർക്കാനുള്ള ഡെഡ് ലൈൻ, ഓക്കെ, അത് ഏത് ഏരിയയിലാണ് വരുന്നത്. ഇപ്പം ഞാൻ മൾട്ടിപ്പിൾ റോളിലാണെങ്കിൽ ചിലപ്പോൾ ഡിസൈനിങ് ആയിരിക്കും, ചിലപ്പോൾ പ്രസൻറ്റേഷൻ ആയിരിക്കും, ഏത് ഏരിയയിലാണ് അത് വരുന്നത്, കാറ്റഗറി, അതിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പേപ്പറിലാണ് എഴുതെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 5-ാം തീയതി പറഞ്ഞു, 10-ാം തീയതിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, 10-ാം തീയതി എഴുതാം. റിമാർക്ക് എന്ന് പറഞ്ഞാൽ അതിന് ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്ത് ഫീഡ്ബാക്കാണ് കിട്ടിയത്. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് തന്നെ എഴുതുക, മോശമായിട്ടുണ്ട്, തീരെ കൊള്ളത്തില്ല എന്നെങ്കിൽ അത് തന്നെ എഴുതി വയ്ക്കുക. സോ നിങ്ങൾക്കിത് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക് നിങ്ങൾ എപ്പോഴാണ് ചെയ്തു തീർക്കുന്നത്, പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. സാലറി ഹൈക്കിൻ്റെ സമയത്ത് പറയാണ്, നീ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് കാണിക്കെന്താ, ഈ കഴിഞ്ഞ 1 വർഷം എനിക്ക് 5555 ടാസ്ക് തന്നിട്ടുണ്ട്, ഇതിൽ അത്ര 10-20 എണ്ണം മാത്രമാണ് എനിക്ക് കൃത്യസമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, ബാക്കിയെല്ലാം കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒന്നും പറയാനില്ല. ഇത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവും, ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവും. മാത്രമല്ല, നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സെൽഫ് അനലൈസ് ചെയ്യാനും നമുക്ക് ആ ഗ്യാപ്പ് കണ്ടെത്താനും അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന പല ടാസ്കുകളും മിസ്സാവും, ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ഓർമ്മിപ്പിക്കുമ്പോൾ അയ്യോ അത് ചെയ്തില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വേണം, അത് പോയില്ലല്ലോ. അത്
ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുക. നിങ്ങൾ കരിയറിൽ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. മീശമാതൻ്റെ കഴുത്തിൽ പെടലി ഇടുന്ന പോലെ ആദ്യത്തെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ സമയം വേണം. ഹാബിറ്റായി കഴിഞ്ഞാൽ ഒരു കോട്ട് ഞാൻ കേട്ടതാണ്, ഒരേ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണ്, അത് എവിടെയും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റ് മാത്രമാണ്. പക്ഷെ അത് എവിടെയെങ്കിലും എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സായി എന്നാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ജോലി റിസൈൻ ചെയ്ത് പോയാൽ വേറൊരാൾക്ക് ഇത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ സാധനവും ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ചെയ്തതാണ്. ഞാൻ നോക്കിയ സമയത്ത് ഇതിനിടയ്ക്ക് കുറേ ഗ്യാപ്പുകൾ വരുന്നു. അപ്പോൾ എൻ്റെ ടീമിലുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് ഡോക്യുമെൻ്റ് ആക്കിയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്ത് അയക്കാൻ വേണ്ടി പറഞ്ഞു. സോ അയാൾ മാറി വേറൊരാൾ വന്നു കഴിഞ്ഞാലും ഈ ഡോക്യുമെൻ്റ് കൊടുത്താൽ മാത്രം മതി. ഇന്ന സാധനം വരികയാണെങ്കിൽ ഇന്നത് ചെയ്യുക, ഇന്ന മെയിലിലേക്ക് മെയിൽ അയക്കുക, ഇന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. സോ അവരെ സംബന്ധിച്ചിടത്തോളം ആ ട്രെയിനിങ്, നോളജ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് നടക്കും. സോ അത് ഒരു മാസം നോളജ് ട്രാൻസ്ഫർ അതിന് വേണ്ടി തന്നെ പോകും. സോ ഇത് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇത് കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഫ്രഷേഴ്സായിട്ട് ജോലി നോക്കുന്ന ആളുണ്ട്, അത് ശീലിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത് നമ്മൾ ശീലിക്കുക. കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഓരോ ഓർഗനൈസേഷനിലും ഓരോ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലയിടത്ത് വാട്സാപ്പ് തന്നെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ചിലയിടത്ത് മെയിലായിരിക്കും ഈ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്കൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, സ്കൈപ്പ് ഇപ്പോൾ പോയി, സ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ടീംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഏതാണോ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മെയിലിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, മെയിലായിട്ട് അയക്കുക. ഫോൺ വിളിച്ച് പറഞ്ഞു ഇന്നത് ചെയ്യണേ, അത് മാത്രം പോരാ, അതിൻ്റെ ഒന്ന് മെയിലും കൂടെ അയക്കുക. നമ്മൾ ഈ ചാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിപ്പോകും, ബാക്കപ്പ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും വരാറുണ്ട്, കഴിഞ്ഞ 1 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ആളടുത്ത് എന്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അയാളുടെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഇതാക്കിയത്, അപ്പോൾ ഇതെല്ലാം മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ മെയിലിൽ അവിടെ കിടക്കും. എന്താണെങ്കിലും മെയിൽ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഒരു ശീലമാക്കി കഴിയുക. നിങ്ങൾ ലീവാണെങ്കിൽ കൂടി ദിവസത്തിലൊരിക്കലെങ്കിലും, ലീവ് ഉള്ള ദിവസമാണെങ്കിൽ ദിവസത്തിലൊരിക്കലെങ്കിലും മെയിൽ ചെക്ക് ചെയ്യുന്ന ഒരു ശീലം കൊണ്ടുവരിക. ഇത് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നിർബന്ധമാണ്. എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുക എല്ലാം മെയിൽ ത്രൂ പ്രോസസ്സ് ശീലിക്കുക. നമ്മൾ നമ്മളെ ഓർഗനൈസേഷനിൽ അങ്ങനെ മെയിൽ അടിക്കുന്ന ശീലം ഇല്ലെങ്കിൽ നമ്മൾ ആ ശീലം തുടങ്ങി വെക്കുക. മനസ്സിലായി. നമ്മൾ പറഞ്ഞതിന് ശേഷം മെയിൽ അയക്കുന്നത്. അപ്പോൾ ചില അങ്ങനെ ശീലമില്ലാത്തടത്താണെങ്കിൽ ടെൻഷൻ വരും മറ്റുള്ളവർക്ക്. കാരണം ഇത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ മെയിൽ അയക്കുന്നത് എന്നൊരു തോന്നൽ വരും. പറഞ്ഞാൽ പോലെ നീ എന്തിന് മെയിൽ അയച്ചത്. പക്ഷേ മെയിൽ അയക്കുന്നത് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു ശീലം കൂടിയാണ്. കൾച്ചറിലേക്ക് ആദ്യമേ തുടങ്ങി വെക്കണം. കാരണം അത് കുറച്ച് ആളായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺസ് ഇത് കംഫർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞാലൊന്നും പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യില്ല. ശീലം മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തുടങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ വിഷ്ണുവിന് എന്തെങ്കിലും കോർപ്പറേറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ HR പോളിസി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ വിഷ്ണുവിൻ്റെ ലിങ്ക്ഡിൻ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു.